إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. ഏറെ ബഹുമാന്യരായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അധികം ആദരിച്ചവരായ മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വലിയ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ വേളയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അള്ളാഹു നമ്മിൽ നിന്നും പരിപൂർണമായും അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ. ബലിപെരുന്നാളിന്റെ ആഘോഷ ദിനങ്ങളിൽ ഓരോ വർഷവും നമ്മൾ ഓർമ്മ പുതുക്കുന്നത് മഹാനായ അബുൽ അംബിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും അവിടുത്തെ കുടുംബത്തിന്റെയും ത്യാഗത്തെയും സമർപ്പണ ബോധത്തെയും ഒക്കെ തന്നെയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നത് കേവലം ഒരു ചരിത്രം അയവിറക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നിന്നും കൃത്യമായി പാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി, വളരെ ആത്മാർത്ഥമായി അതൊക്കെ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ആളുകളുടെ, വ്യത്യസ്ത സമൂഹത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്നും കൃത്യമായി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നന്മ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ അക്രമകാരികളായപ്പോൾ അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിൽ അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ, മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ തവണയും ചരിത്രത്തെ നാം നോക്കിക്കാണേണ്ടത്. ഇത്തരത്തിലുള്ള മഹാസംഭവങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമും സുബ്ഹാനല്ലാഹ് ചരിത്രത്തിലെ വലിയ ഏടുകളാണ്, ചരിത്രത്തിലെ വളരെ വലിയ ഏടുകളാണ്. അദ്ദേഹത്തിന്റെ സ്മരണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും നിലനിർത്തിയെന്ന് മാത്രമല്ല, നാളെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ കാലഘട്ടം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കണമെങ്കിൽ, ലോകത്തോട് ഈ സ്മരണ നിലനിർത്താൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വലുതെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കി നാമും അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ സ്മരണയും നിലനിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകുക തന്നെ ചെയ്യും.
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ചരിത്രം, അദ്ദേഹത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളും അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചതെന്നും അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പരിപൂർണമായും തന്റെ കരാറുകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്ന് എത്ര സുന്ദരമായിട്ടാണ് വിശേഷിപ്പിച്ചതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അഥവാ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ കേട്ടതാണ്, പഠിച്ചതാണ്. അതേപോലെ തന്നെ നാം പഠിക്കേണ്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിത്വമാണ് മഹാനായ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം. തീർച്ചയായും ഇസ്മായിൽ അലൈഹിസ്സലാം ചരിത്രത്തിന്റെ മറ്റൊരു വലിയ ഏടാണ്. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അദ്ദേഹത്തെ പരാമർശിക്കുകയും അദ്ദേഹത്തിന്റെ ചില ഗുണങ്ങളെ എടുത്തു പറയുകയും ചെയ്തുകൊണ്ട് അതിന് അള്ളാഹു നൽകിയ സ്ഥാനങ്ങളെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇസ്മായിൽ അലൈഹിസ്സലാം ചെയ്തിരുന്ന ആ പ്രത്യേകമായ കാര്യങ്ങൾ? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ സ്ഥാനമാനങ്ങൾ? അള്ളാഹു പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സംഭവം, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക്, ഈ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് പ്രബോധനത്തിനായി 1,00,000-ൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ട് അവരിൽ നിന്നും വളരെ കുറച്ച് ആളുകളെ മാത്രം ഖുർആനിൽ പരാമർശിക്കണമെങ്കിൽ അവർക്ക് റബ്ബിന്റെ അടുക്കൽ എത്രത്തോളം സ്ഥാനമുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത്തരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ആ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നഹു കാന സാദിഖൽ വഅദി, അഥവാ അദ്ദേഹം തന്റെ കരാറുകൾ പൂർത്തീകരിക്കുന്നിടത്ത് ശ്രദ്ധിച്ചിരുന്ന മനുഷ്യനായിരുന്നു. പടച്ചവനോടും പടപ്പിനോടും സൃഷ്ടാവിനോടും സൃഷ്ടികളോടും വളരെ കൃത്യമായി തന്റെ കരാറുകൾ പൂർത്തീകരിച്ച വളരെ വലിയ വ്യക്തിത്വമായിരുന്നു മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം. തീർച്ചയായും ഒന്ന് ആലോചിച്ച് നോക്കി, തന്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പലതരത്തിലുമുള്ള രോഗങ്ങൾ ബാധിക്കുമെങ്കിലും, അവന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവന്റെ ശാരീരികമായി അനുഭവപ്പെടുമെങ്കിലും, ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് അത്തരത്തിൽ ഭയപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണ്? മരണമാണ്. മരണമാണ് ഭൗതികപരമായി മനുഷ്യനെ നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കാൻ കൽപ്പനയുണ്ടായപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്താണ് തന്റെ ഉപ്പയോടും, കാരണം അദ്ദേഹം സഹകരിച്ചാലാണ് ഉപ്പയുടെ ആ ഒരു കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ തന്നെ പടച്ചു പരിപാലിക്കുന്ന തന്റെ രക്ഷിതാവിനോടും അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താണ്? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. തീർച്ചയായും ക്ഷമാശാലിയായിട്ട് പരിപൂർണമായും എന്റെ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് എന്റെ ഉപ്പയ്ക്ക് അള്ളാഹു ആ കൽപ്പിച്ച കാര്യം പരിപൂർണമായും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിതാ നിങ്ങളോടൊപ്പം സഹകരിക്കുന്നതാണ് എന്ന് സുബ്ഹാനല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു സന്ദർഭം വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത് എത്ര വലിയ കാര്യമായതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഖുർആനിൽ പരാമർശിക്കുകയും അത് അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായി റബ്ബ് പറയുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നാം ഇതിൽ ഈ ഒരു ചരിത്രത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? കരാറുകൾ നാം ഓരോരുത്തരും പൂർത്തിയാക്കണം. കരാർ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കൽ കരാർ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ്. ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് എത്തൽ കരാർ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റൽ കരാർ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ ഏറ്റവും കൂടുതലായി നാം കരാർ പൂർത്തീകരിക്കേണ്ടത് ആരോടാണ്? മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ്, അള്ളാഹുവിനോടാണ് നാം ഏറ്റവും കൂടുതൽ കരാർ പൂർത്തീകരിക്കേണ്ടത്. റബ്ബുമായിട്ട് നാം ചില ഉടമ്പടികളുണ്ട്, ചില കരാറുകളുണ്ട്. ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്നും സകല മനുഷ്യരെയും അള്ളാഹു പുറത്തിറക്കിയിട്ട് ചോദിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ നാം ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്, ബല, തീർച്ചയായും റബ്ബേ ഞാൻ അംഗീകരിക്കുന്നു, നീയാണ് എന്റെ റബ്ബ്. എന്റെ പ്രാർത്ഥനകൾക്ക്, എന്റെ ആരാധനകൾക്ക്, എന്റെ ഇബാദത്തുകൾക്ക്, എന്റെ അറിവുകൾക്ക്, എന്റെ നേർച്ചകൾക്ക് പരിപൂർണമായും റബ്ബേ നീ മാത്രമാണ് അർഹൻ എന്ന് നാം ഓരോരുത്തരും
റബ്ബിനോട് സമ്മതിച്ചിട്ടുണ്ട്, കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും കൈകൊട്ടിക്കൊണ്ട് പറയും വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച റബ്ബിലേക്ക് ഞാൻ ഇതാ മുന്നിടുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. സുബ്ഹാനല്ലാഹ്, എത്ര ഉയർന്ന പ്രഖ്യാപനമാണ്, കരാറാണ് നാം നമ്മുടെ റബ്ബിനോട് പറയുന്നത്. എന്താണ് പറയുന്നത്? തീർച്ചയായും എന്റെ നമസ്കാരം, എന്റെ അറിവ്, എന്റെ ജീവിതം അത്രയും, എന്റെ മരണവും അഥവാ എന്റെ സർവ്വതും റബ്ബേ നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് റബ്ബിനോട് നാം ഓരോരുത്തരും ദിവസം ചുരുങ്ങിയത് 17 തവണ അല്ലെങ്കിൽ ഓരോ ദിവസവും 5 തവണ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കരാറിൽ ഏർപ്പെടാറില്ലേ? ആ കരാറ് എത്ര കണ്ട് നാം പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൃഷ്ടികളോട് കരാറ് പൂർത്തിയാക്കുന്നത് അത്രമേൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സൃഷ്ടാവായ ആകാശഭൂമികളുടെ അധിപനായ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കരാറ് പൂർത്തീകരിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് നമ്മൾ ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും വാക്ക് ലംഘിക്കുന്നവൻ മുനാഫിഖാണ് എന്നാണല്ലോ നബിതങ്ങൾ പഠിപ്പിച്ചത്. വാക്ക് ലംഘിക്കുന്നവൻ മുനാഫിഖാണ് എന്നാണല്ലോ നബിതങ്ങൾ പഠിപ്പിച്ചത്. അത് റബ്ബിനോടാകുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ അദ്ദേഹം പരിപൂർണ ഈമാനുള്ള വ്യക്തിയായതുകൊണ്ട് നമുക്കറിയാം, നിഫാഖിന്റെ കപടവിശ്വാസത്തിന്റെ അടയാളമാണ് എന്ത്? കരാർ പൂർത്തീകരിക്കാതിരിക്കുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹം കരാർ പൂർത്തീകരിച്ചത് കൊണ്ട് തന്നെ ഈമാൻ പൂർത്തിയായ വ്യക്തിയാണ് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹത്തെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ കരാർ പൂർത്തീകരിക്കുന്നവരായി മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അദ്ദേഹം കരാർ പൂർത്തീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല, അത് തന്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, തന്റെ കുടുംബത്തെയും ആ വിഷയത്തിൽ അദ്ദേഹം ശ്രദ്ധ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു രണ്ടാമതായി പറയുന്ന വിഷയം. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ കുടുംബമുണ്ട്. നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് കുടുംബത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഉപ്പമാരാണ്, അല്ലെങ്കിൽ മക്കളാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ കുടുംബത്തിന്റെ ഭാഗമാണ്. അപ്പം സുബ്ഹാനല്ലാഹ്, കുടുംബ മഹിമയുടെ പേരിൽ, കുടുംബത്തിലെ വ്യക്തികളുടെ പേരിൽ, എണ്ണത്തിന്റെ പേരിലേക്ക് പലപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളാറുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, കുടുംബം എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. നമ്മളുടെ കീഴിലുള്ളവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നബിതങ്ങൾ പറഞ്ഞത്? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ആ കുടുംബത്തോട് എത്ര കണ്ട് നീതി പുലർത്തണം, ആ കുടുംബത്തോട് എത്ര കണ്ട് റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം കുടുംബം എന്ന് പറയുന്നത് ഒരു മഹിമ പുലർത്താൻ, ഒരു അഭിമാനം പറയാൻ, ഒരു പ്രിവിലേജ് എന്നതിന്റെ അപ്പുറത്തേക്ക് എന്താണ്? റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായും നിർവഹിച്ച വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുമ്പോൾ, അദ്ദേഹം തന്റെ കുടുംബത്തോട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം മൂലം ഇവിടെ എടുത്തു പറയുന്നു. എന്താണത്? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി. നമസ്കാരം. നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും നമസ്കാരക്കാരാകണം. നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകളും നമസ്കാരം നിലനിർത്തുന്നത് വഴി എന്നോടൊപ്പം സ്വർഗത്തിൽ പോകണം എന്നുള്ള ചിന്ത നാം ഓരോരുത്തരെയും നയിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ പൊന്നുമക്കളെ, നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുകയും അവരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും അവരെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന വിഷയത്തിൽ നാം അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കേണ്ടവരായി മാറണമെന്നുള്ളത് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ആ ഒരു ചരിത്രത്തിൽ നിന്നും, ഇസ്മായിൽ അലൈഹിസ്സലാം എന്നുള്ള മഹാവ്യക്തിത്വത്തിന്റെ സ്വഭാവത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ അല്ലാഹു തുടരുന്നു, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, ഇത്തരത്തിൽ കരാറുകൾ പാലിച്ചതുകൊണ്ടും തന്റെ കുടുംബത്തെ അത്രമേൽ ശ്രദ്ധ കാണിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മഹാസ്ഥാനമാണ് വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അദ്ദേഹത്തെ തൊട്ട് തൃപ്തി അടഞ്ഞു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല.
ആത്മാർത്ഥതയുണ്ടെങ്കിൽ, വളരെ സത്യസന്ധമായ മനസ്സോടുകൂടി മുന്നിടുകയാണെങ്കിൽ മാത്രം ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്നുള്ളത്, ഉബൂദിയത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന് വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാൻ സാധിക്കുന്ന, അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ദറജയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി എന്നുള്ളത്. ഈ തൃപ്തിയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പന്മാരായ, മുൻകടന്നവരായ നേതാക്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. പ്രിയപ്പെട്ടവരെ, ഈ തൃപ്തി എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും? അല്ലാഹു പറയാണ്, السابقون الأولون من المهاجرين والأنصار. മുഹാജിരീങ്ങളായ, അൻസാരികളായ, മുമ്പന്മാരായ, മുന്നേ നടന്ന ആളുകൾ, അവരെ പിൻപറ്റുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുണ്ട്. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു എന്നുള്ളതാണ്. അത്തരത്തിൽ മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും മറ്റ് പ്രവാചകന്മാരുടെയും സ്വഹാബാക്കളുടെയും മാതൃക പിൻപറ്റി കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബിന്റെ തൃപ്തി ഏറ്റവും നല്ല നിലയിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പാടില്ല. കാരണം എന്താണ്? അള്ളാഹു നമ്മുടെ ഗ്യാരണ്ടി, അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്നേഹം നൽകുന്നതാണ്, അള്ളാഹുവിന്റെ സ്വർഗം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് അവരെ അകറ്റുന്നതാണ്. അത്തരത്തിൽ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ വേണ്ടി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്ന വളരെ മഹനീയമായ മറ്റൊരു കാര്യമാണ് അദ്ദേഹം എത്രത്തോളം തന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചിരുന്നു എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ജീവിതത്തിൽ, ഈ ലോകത്ത് സമർപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അവന്റെ ജീവനാണ് സമർപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. പക്ഷെ സുബ്ഹാനല്ലാഹ്, തന്റെ ഉപ്പയെ അനുസരിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉപ്പയെ അനുസരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം അതിന്റെ മാക്സിമം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് അത് റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്, തന്റെ ജീവിതം അവരിലായി സമർപ്പിക്കുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ മഹത്വൽക്കരിച്ച, അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അബതി ഫഅൽ മാ തുഅ്മർ, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. തീർച്ചയായും അത്തരത്തിൽ മാതാപിതാക്കളുടെ തൃപ്തിക്കായി, മാതാപിതാക്കൾക്ക് വഴിപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ വലിയ സ്ഥാനം അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഓരോ പ്രാവശ്യവും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ വാക്കാണ് പ്രധാനമായും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തന്ന ആ ഒരു വിഷയത്തിൽ, നിങ്ങൾ അള്ളാഹു കൽപ്പിച്ച ആ ഒരു വിഷയത്തിൽ പരിപൂർണമായും ഞാൻ ക്ഷമ കൈക്കൊള്ളുന്നതാണ്. സമഅൻ വ ത്വാഅ, പൂർണ്ണമായും നിങ്ങൾക്ക് ഞാൻ കീഴൊതുങ്ങുന്നതാണ് എന്ന് ഒരു ഉപ്പയുടെ മുന്നിൽ അഭിമാനത്തോടുകൂടെ അദ്ദേഹം മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മക്കളാണ്. നമ്മൾക്ക് പരിപൂർണമായ ഇസ്സത്തും അഭിമാനവും ഉയർച്ചയും അള്ളാഹു നൽകുന്നത് നമ്മളുടെ മാതാപിതാക്കളുടെ കാൽ കീഴിലേക്ക് നാം ഒതുങ്ങുമ്പോഴാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുമ്പോഴാണ്, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോഴാണ്, അവരെ പരിപൂർണമായും റബ്ബിന്റെ തൃപ്തിക്കായി നാം അവരെ അനുസരിക്കുന്നതിലാണ്. നാം മനസ്സിലാക്കണം, ഉപ്പയും ഉമ്മയും ജീവിച്ചിരുന്നിട്ടും ഒരു മനുഷ്യൻ അവരിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മ വേണ്ടതാണ്. അതുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചും അവർക്കായി ഖിദ്മത്ത് ചെയ്തുകൊണ്ടും മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാവുന്നതാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖിദ്മത്തിലായി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുസരണയിലായി അദ്ദേഹം മുന്നോട്ടേക്ക് പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകിയ മറ്റൊരു മഹാസ്ഥാനമാണ് അദ്ദേഹവും അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമിനും അള്ളാഹു നൽകിയ ആ ഒരു മഹാ സ്ഥാനം. ഈ ഭൂലോകത്ത് മറ്റൊരു മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിക്കാത്ത മഹനീയമായ സ്ഥാനം എന്താണ്? അവരാണ് പരിശുദ്ധമായ കഅബ ശരീഫ് ഉണ്ടാക്കിയത്.
കഅബ ഉണ്ടാക്കാനുള്ള ഭാഗ്യം അള്ളാഹുർക്ക് നൽകിയെന്ന് മാത്രമല്ല, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഈ പറയപ്പെട്ട രീതിയിൽ അള്ളാഹുലേക്ക് അടുത്തതുകൊണ്ടും തന്റെ പിതാവിനെ പിൻപറ്റിയതുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വലിയ സ്ഥാനത്ത് അദ്ദേഹവും പങ്കാളിയാക്കി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുവാനും നമ്മുടെ മാതാപിതാക്കളോട് കൃത്യമായി നല്ല നിലയിൽ വർത്തിക്കുവാനും നമ്മൾ നന്മ ചെയ്യുന്നവരായി മുന്നേറുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ റബ്ബിനെ തൃപ്തിക്കായി ചേർത്ത് പിടിക്കുന്നവരായിട്ടും നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇത്തരത്തിലുള്ള മഹാസൗഭാഗ്യങ്ങൾ നമുക്കും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതിലുപരി കേൾക്കുന്നതിലുപരി അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ മുറപ്രകാരം സൂക്ഷിക്കണമെന്നും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്നും എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു കുടുംബം എന്നത് മാതാവും പിതാവും മക്കളും ചേർന്നതാണ്. ഒരു കുടുംബ വ്യവസ്ഥ ഇതിലൂടെയല്ലാതെ പൂർത്തിയാകുന്നതല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഉപ്പയുണ്ടെങ്കിൽ ഒരു ഉമ്മയുണ്ട്, ഒരു ഉപ്പയുണ്ടെങ്കിൽ ഒരു ഉമ്മയുണ്ട്. മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന് ഇത്രത്തോളം ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചതിന്റെ പിന്നിൽ വളരെ കൃത്യനിഷ്ഠതയോടുകൂടെ ദീൻ പാലിക്കുന്ന, ദീൻ ജീവിതത്തിൽ നിലനിർത്തുന്ന, ദീനിയായ മേഖലയിൽ കുട്ടിയെ വളർത്തണം എന്ന് അതിതാല്പര്യമുള്ള ഒരു ഉപ്പ എന്നതുപോലെ തന്നെ ഒരു ഉമ്മയുമുണ്ട്. ഇത്രയും പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുമാറ് ആ ഒരു വ്യക്തിത്വത്തെ തയ്യാറാക്കിയത് തന്റെ ഉപ്പ എന്നതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയ പത്നിയായ ഹാജർ അലൈഹിസ്സലാമിന് അങ്ങേയറ്റത്തെ പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഹാജർ അലൈഹിസ്സലാം ചരിത്രത്തിന്റെ വളരെ വലിയ ഒരു ഏടാണ്. ഇബ്രാഹിമി കുടുംബത്തിന്റെ വളരെ വലിയൊരു ഭാഗമാണ് ഹാജർ അലൈഹിസ്സലാം. ബലി പെരുന്നാളിന്റെ ദിവസങ്ങളിൽ ഈ ഒരു ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്മരിക്കുന്നത് പോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അനുസരണാശീലമുള്ള പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സ്മരിക്കുന്നത് പോലെ തന്നെ കൃത്യമായി പഠിക്കേണ്ട മഹാവ്യക്തിത്വമാണ് മഹാനായ അല്ലെങ്കിൽ മഹദിയായ ഹാജർ അലൈഹിസ്സലാം. എന്താണ് അവരുടെ പ്രത്യേകത? എങ്ങനെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഇത്തരത്തിൽ മഹാവ്യക്തിത്വമായി മാറിയത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരൊറ്റ സംഭവം മാത്രം അവരുടെ ചരിത്രത്തിന്റെ ആ ഏടുകളിൽ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിന്റെ കൽപ്പന പ്രകാരം വറ്റി വരണ്ട മരുഭൂമിയിൽ, ഒന്നുമില്ലാത്ത ആ താഴ്വരയിൽ തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോവുകയാണ്. ആ ഒരു ഘട്ടം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് പറയുന്നത്: റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കടുകട്ടിയുള്ള ഈമാനുള്ള വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, നീ പറഞ്ഞതുകൊണ്ട് മാത്രം, റബ്ബേ നീ പറഞ്ഞതുകൊണ്ട് മാത്രം, നിന്നിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വറ്റി വരണ്ട മരുഭൂമിയിൽ ഒരു വെള്ളമില്ലാത്ത, ഒരു പച്ചക്കൊടി, ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത ഈ ഭൂപ്രദേശത്ത് അല്ലാഹുവേ നീ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ എന്റെ കുട്ടികളെ ഉപേക്ഷിച്ചു പോവുകയാണ് റബ്ബേ. ഒന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. ഇത്തരം ഒരു നിലപാട് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിച്ചെങ്കിൽ ഈ ഇബ്രാഹിം നബി പോയ സ്വർഗത്തിലേക്ക് പോകാനല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്? അല്ലെ? ഈ ഇബ്രാഹിം നബി പോയ സ്വർഗത്തിലേക്കല്ലേ പോകാൻ നമ്മളും ആഗ്രഹിക്കുന്നത്? തന്റെ മക്കളെ ഇന്ന് വറ്റി വരേണ്ട മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ദീനി പഠന കേന്ദ്രങ്ങളിലേക്ക്, അവർക്ക് ദീനിയായ വിദ്യാഭ്യാസം ലഭിക്കുന്ന, അവർക്ക് ദീനിയായ ചുറ്റുപാടുള്ള സാഹചര്യത്തിലേക്കെങ്കിലും കൊണ്ടുവിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇബ്രാഹിം നബി പോയ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുക? അങ്ങനെ അദ്ദേഹം പറയുന്നു, റബ്ബേ ഈ വറ്റി വരേണ്ട മരുഭൂമിയിൽ ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്നു. ഈ സമയം നമ്മുടെ മഹദിയായ ഹാജർ അലൈഹിസ്സലാമിന് ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് ചരിത്രത്തിൽ അവരെ ഇത്രത്തോളം ചരിത്രത്തിൽ ഒരു പ്രധാന ഏടാക്കി മാറ്റിയത്. അല്ലാഹു അമറക ബിഹാദാ. തിരിഞ്ഞു നോക്കാതെ റബ്ബിന്റെ കൽപ്പനയായതുകൊണ്ട് നടന്നകലുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഹാജറിന്റെ ചോദ്യം, അല്ലാഹു അമറക ബിഹാദാ. ആകാശഭൂമികളുടെ അധിപനായ
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അതെ. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മറുപടി എന്താണ്? എങ്കിൽ അള്ളാഹു നമ്മളെ വിട്ട് കളയുന്നതല്ല, അള്ളാഹു നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നതല്ല. ഈമാൻ, തവക്കുൽ, റബ്ബിന്റെ മേലുള്ള വിശ്വാസം, അള്ളാഹു ഏറ്റെടുക്കുമെന്നുള്ള ദൃഢനിശ്ചയം. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഒന്നെന്താണ്? അള്ളാഹുവിൽ പരിപൂർണമായും കടികട്ടിയുള്ള വിശ്വാസം അവരുണ്ടാക്കിയെടുത്തു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവർ ചെയ്യേണ്ടതായ റോള് അഥവാ എന്താണ്? പരിശ്രമം, സബബ് സ്വീകരിച്ചു. എന്ത് ചെയ്തു? ആ മലകൾക്കിടയിൽ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാസംഘമുണ്ടോ, വെള്ളമുണ്ടോ എന്ന് പരിശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി. കടുകട്ടിയുള്ള ഈമാനും ഉറച്ച തവക്കുലും അതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹ് തന്റെ ഭാഗത്തു നിന്നുള്ള അള്ളാഹു കൽപ്പിച്ച പ്രകാരമുള്ള തവക്കലിന്റെ ഭാഗമായ പരിശ്രമം കൂടി ഉണ്ടായപ്പോഴോ സുബ്ഹാനല്ലാഹ് ലോകം അത്ഭുതപ്പെടുമാറ് ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന ദൃഷ്ടാന്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംസം വെള്ളം കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഏടുകളായി മാറാൻ, ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ നമുക്കും സാധിക്കും. റബ്ബിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് റബ്ബ് നടത്തും, എന്റെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പരിശ്രമിക്കണം, പാടുപെടണം. അങ്ങേയറ്റം റബ്ബിന്റെ മാർഗത്തിലായി, ദീന്റെ മാർഗത്തിലായി നമ്മൾ പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാര് പറയാറുണ്ട്, ഒരു വീട്ടകങ്ങളിൽ, ഒരു വീടിന്റെ ഉൾത്തളങ്ങളിൽ ദീൻ ഉണ്ടാകണമെങ്കിൽ അതൊരു പുരുഷൻ ദീൻ ഉണ്ടായതുകൊണ്ട് സാധിക്കൂല. അതൊരു പുരുഷന് ദീൻ ഉണ്ടായത് കൊണ്ട് അത് സാധ്യമാകണമെന്നില്ല. അത് വീടിന്റെ പടി വരെ മാത്രം. ഒരു കുടുംബത്തിൽ ദീൻ ഉണ്ടാകണമെങ്കിൽ, ഇസ്മായിൽ അലൈഹിസ്സലാം പോലത്തെ മക്കൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ദീൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സ്ത്രീകൾ ദീൻ പഠിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയണം, ചരിത്രങ്ങൾ പഠിക്കണം, ദീനി വിജ്ഞാനങ്ങൾ അവർ കരസ്ഥമാക്കണം, റബ്ബിനെ കുറിച്ച് ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വീടിന്റെ ഉൾത്തളങ്ങളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്മരണ എത്തിക്കാൻ നമുക്ക് സാധ്യമാകുന്നതേ അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനമെടുക്കണം. ഇബ്രാഹിം കുടുംബം പോലെ നമ്മുടെ കുടുംബവും ആയി മാറണം. നമ്മുടെ മക്കൾ ഇസ്മായിലിനെ പോലെ ആകണം അലൈഹിസ്സലാം. നമ്മുടെ ഭാര്യമാർ ഹാജറിനെ പോലെ ആകണം അലൈഹിസ്സലാം. അതിനെന്ത് ചെയ്യണം? ഞാൻ ഇബ്രാഹിമിനെ പോലെ ആകണം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ നാം ആയി മാറി നമ്മുടെ ഭാര്യമാരെ ഹാജർ അലൈഹിസ്സലാമിനെ പോലെ ആക്കി മാറ്റിയാൽ നമ്മുടെ മക്കൾ സുബ്ഹാനല്ലാഹ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പോലെ ആയി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നടപ്പിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മക്കളുള്ളവരുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കട്ടെ. ഇല്ലാത്തവർക്ക് അള്ളാഹു സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗമുള്ളവർ രോഗങ്ങൾ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് കടമുള്ളവർ കടങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജോലിയിൽ അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കച്ചവടങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا أرحم الراحمين يا أكرم الأكرمين يا أجود الأجودين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.